ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. വിപ്ലവങ്ങളുടെ മാതാവ്, അതെ, ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയിട്ടാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വെറുതെ പഠിച്ചു പോകുക എന്നതിനപ്പുറം ഇതൊരു കഥ പോലെ ഓർത്തിരിക്കാനാണ് പോകുന്നത്. ഫ്രഞ്ച് വിപ്ലവം, വിപ്ലവങ്ങളുടെ മാതാവാണ് ഫ്രഞ്ച് വിപ്ലവം. മറ്റു വിപ്ലവങ്ങൾക്ക് പ്രേരണയായതും ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാര ആശയത്തിനായി നടന്നൊരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് വാദിച്ചുകൊണ്ട് നടന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവം ആഹ്വാനം ചെയ്തത്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി രാജാക്കന്മാരായിരുന്നു. അവർ ഏകാധിപതികളും ധൂർത്തന്മാരും ആയിരുന്നു. ഈ രാജവംശം അറിയപ്പെടുന്നത് ബൂർബൺ വംശം എന്നാണ്. ഫ്രാൻസിലുണ്ടായിരുന്ന ലൂയി രാജാക്കന്മാർ അടങ്ങുന്ന രാജവംശം അന്നറിയപ്പെട്ടിരുന്നത് ബൂർബൺ രാജവംശം എന്നായിരുന്നു. ഫ്യൂഡൽ ഭരണം, നീതിന്യായ സൈന്യത്തിലുള്ള സാമൂഹിക അസമത്വം എന്നിവ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു ഈ ബൂർബൺ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ബൂർബൺ രാജവംശം ഏകാധിപതികളാലും ധൂർത്തന്മാരാലും നിറഞ്ഞ രാജവംശമായിരുന്നു. അതുപോലെ തന്നെ ഫ്യൂഡൽ ഭരണവും നീതിന്യായ സൈന്യത്തിലുള്ള സാമൂഹികമായിട്ടുള്ളൊരു അസമത്വവും ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. ഇതിനെതിരെ 1789 ഫ്രാൻസിൽ നടന്നൊരു വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവായി മാറിയ ഫ്രഞ്ച് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അന്നത്തെ ബൂർബൺ രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രം അറിയപ്പെട്ടിരുന്നത് വേഴ്സായ് കൊട്ടാരമാണ്. അപ്പോൾ വേഴ്സായ് കൊട്ടാരം കേന്ദ്രീകരിച്ചാണ് ബൂർബൺ രാജവംശത്തിൻ്റെ അധികാരം ശക്തി പ്രാപിച്ചിരുന്നത്. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ലൂയി 14 വാദിച്ചു. എനിക്ക് ശേഷം പ്രളയമെന്ന് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് മേരി ആന്റോണിയറ്റും അലറി. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ രാജാവായിരുന്നത് ലൂയി 16 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പുച്ഛത്തോടെ പറഞ്ഞ മേരി ആന്റോണിയറ്റ് ലൂയി 16 ഭാര്യ കൂടിയാണ്. ഫ്രഞ്ച് ജനസമൂഹത്തെ അന്ന് 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവയെ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ. 1-ാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു. ധാരാളം ഭൂപ്രദേശം കയ്യിലുള്ളവർ. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിൽ നികുതി പിരിച്ചിരുന്ന വ്യക്തികളായിരുന്നു പുരോഹിതന്മാർ. അതായത് കർഷകർ തിഥേ എന്ന പേരിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നികുതി പുരോഹിതന്മാർക്ക് നൽകണമായിരുന്നു. എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ച് നികുതിയൊന്നും നൽകേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. ഭരണത്തിലെയും സൈന്യത്തിലെയും മികച്ച പദവികൾ നിയന്ത്രിച്ചിരുന്ന വ്യക്തികളായിരുന്നു 1-ാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ. ഇനി 2-ാം എസ്റ്റേറ്റിലേക്ക് വന്നാലോ, പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം ചെയ്തിരുന്ന പ്രഭുക്കന്മാരാണ് 2-ാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരും കർഷകരിൽ നിന്നും നികുതി പിരിച്ചിരുന്നു. കർഷകരിൽ നിന്ന് നികുതി പിരിക്കുന്നതിനോടൊപ്പം കർഷകരെ വേതനമില്ലാതെ പണിയെടുപ്പിച്ചുകൊണ്ട് ഇരുന്നു. പക്ഷേ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നികുതിയും ആർക്കും നൽകേണ്ടതായി ഉണ്ടായിരുന്നില്ല. വിശാലമായ ഭൂപ്രദേശം കൈവശമുള്ളവരായിരുന്നു 2-ാം എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരും. ഇനി 3-ാം എസ്റ്റേറ്റിലേക്ക് വന്നാലോ, 3-ാം എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, അഭിഭാഷകർ, അത്തരത്തിലുള്ള മധ്യവർഗം, അതായത് കർഷകർ, കൈത്തൊഴിലുകൾ അഭ്യസിക്കുന്നവർ, ഇത്തരത്തിലുള്ള ഒരു മധ്യവർഗമായിരുന്നു 3-ാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അധികാരങ്ങളില്ലാത്ത വർഗം, തെതേ പോലുള്ള ഭൂനികുതികൾ നൽകേണ്ടതായിട്ടുള്ളവർ, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ടതായിട്ടുള്ളവർ, അത്തരത്തിൽ താഴ്ന്ന സാമൂഹ്യ പദവി അലങ്കരിക്കുന്നവരായിരുന്നു 3-ാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളവർ. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. അതായിരുന്നു ഈ 3 എസ്റ്റേറ്റിലെയും അവസ്ഥ. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പാവം ജനങ്ങൾ നികുതി അടച്ചുകൊണ്ടേയിരിക്കും. ഇതായിരുന്നു ഈ പറയുന്ന ഫ്രഞ്ച് സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ. അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള നികുതി അന്ന് പിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില നികുതികളാണ് തിഥൈ, ടൈലോ, ഗബെല്ലെ, ബെനാലിറ്റസ്, ബെനാവിൻ, പൈജിയോസ് തുടങ്ങിയവ അന്ന് നടപ്പിലാക്കിയിരുന്ന നികുതികളാണ്. ഇതിൽ തിഥയെ പറ്റി പറഞ്ഞാൽ രാജ്യത്തെ കന്നുകാലികളുടെയും ധാന്യത്തിൻ്റെയും മേൽ പുരോഹിതന്മാർക്ക് നൽകേണ്ട നികുതിയായിരുന്നു തിഥേ നികുതി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി തൈലോ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൈലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് നൽകേണ്ട നികുതിയായിരുന്നു തൈലോ നികുതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള നികുതികൾ ഈ 3-ാം എസ്റ്റേറ്റിലുള്ളവർ 2-ാം എസ്റ്റേറ്റിലുള്ളവർക്കും 1-ാം എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർക്കും
ഫ്രാൻസിലെ ഗവൺമെൻറ്റിനും നൽകിക്കൊണ്ടേയിരുന്നു. ഇനി ഫ്രാൻസിലെ മധ്യവർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാണിജ്യം, വ്യവസായം, പണമിടപാട് എന്നിവയിലൂടെ പതുക്കെ പതുക്കെ അവർ പുരോഗതി പ്രാപിക്കാനായിട്ട് തുടങ്ങി. ആദ്യം മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്ന ഇവർ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ പിന്നിട്ട് നിന്നു എങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ വാണിജ്യവും വ്യവസായവും പണമിടപാടുകളും ഒക്കെ നടത്തി അവർ പുരോഗതി നേടാനായി തുടങ്ങി. വ്യാപാരി, ബാങ്കർമാർ, അഭിഭാഷകർ, ഡോക്ടർമാർ ഇത്തരത്തിലുള്ളവർ പിന്നീട് അങ്ങോട്ട് ധനികരും വിദ്യാസമ്പന്നരുമായിട്ട് ഉയർന്നു വരാനായി തുടങ്ങി. ഇവരെ നഗരവാസി അഥവാ ബൂർഷ്വാസി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ബൂർഷ്വാസി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. ബൂർഷ്വ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന് പറയുന്ന പദം ഉണ്ടായി വന്നത്. മധ്യവർഗത്തിൽ കിടന്നുകൊണ്ട് ഉയർന്നെഴുന്നേറ്റു വരുന്ന, അതായത് വിജയകരമായ രീതിയിൽ വിദ്യാസമ്പന്നരും ധനികരുമായിട്ട് മാറുന്ന മധ്യവർഗത്തെ വിവരിക്കാൻ വേണ്ടിയാണ് ബൂർഷ്വ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ബൂർഷ്വാസികളായി ഉയർന്നു വന്ന ഫ്രാൻസിലെ മധ്യവർഗം ഇവർ ഈ പറയുന്ന നീചത്വങ്ങൾ നിറഞ്ഞിരുന്ന ഭരണത്തിന് എതിരായിരുന്നു. അവർ ഈ ഭരണത്തിൽ അസംതൃപ്തരായിരുന്നു. ഇവർ ഫ്രാൻസിലുള്ളവർക്ക് എതിരായി പോരാടാനായി തീരുമാനിച്ചു. ഫ്രാൻസിലുള്ള രണ്ടാം എസ്റ്റേറ്റിലെയും ഒന്നാം എസ്റ്റേറ്റിലെയും ഗവൺമെന്റിനും ഒക്കെ എതിരായി പോരാടാനായി മൂന്നാം എസ്റ്റേറ്റിൽ നിന്ന് ഉയർന്നു വന്ന ബൂർഷ്വാസികൾ തീരുമാനിച്ചു. ആ തീരുമാനങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇത്തരത്തിൽ ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യ ഭരണം വാഴ്ന്നുകൊണ്ടേയിരുന്നു. ഈ സ്വേച്ഛാധിപത്യ ഭരണത്തോടുകൂടി അന്നത്തെ ഫ്രാൻസിൽ സാമ്പത്തിക തകർച്ച നേരിടാനായി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ട്യൂഡർ അനേകം പദ്ധതികൾ നടപ്പിലാക്കി. പക്ഷെ ഇത്തരത്തിൽ അനേകം പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും ലൂയി 16 ഭാര്യയായിരുന്ന മേരി അന്റോണിയറ്റിന്റെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും പകരം നെക്കർ എന്നയാളെ നിയമിക്കുകയും ചെയ്തു. നെക്കറിന്റെ ഭരണപരിഷ്കാരം പ്രഭുക്കന്മാരുടെ എതിർപ്പിനും ഇടയാക്കി. അതായത് നെക്കർ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ ഈ പറയുന്ന രണ്ടാം എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാർക്കും അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. അപ്പോൾ അത് പ്രഭുക്കന്മാരുടെ എതിർപ്പിനും കൂടി ഇടയായി. തുടർന്ന് നെക്കർ പുറത്താക്കപ്പെട്ടു. വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൂടിക്കൊണ്ടേയിരുന്നു. ഇതിനെ മറികടക്കാനായി 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ജനങ്ങൾക്കുമേൽ നികുതി ചുമത്താനായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. എങ്ങനെയെങ്കിലും സാധാരണ ജനങ്ങൾക്കുമേൽ നികുതി കൂടുതൽ ചുമത്തി രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റിയെടുക്കുക എന്നതായിരുന്നു ലൂയി 16 ഈ പറയുന്ന സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നതിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുമ്പോൾ 3 എസ്റ്റേറ്റിലെയും അംഗങ്ങൾ സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായിരിക്കണം. ഒന്നാം എസ്റ്റേറ്റിൽ 285 അംഗങ്ങളും രണ്ടാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് 308 അംഗങ്ങളും മൂന്നാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് 621 പേരും ഈ പറയുന്ന സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായിരുന്നു. ഈ സമയം ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരും, അതായത് ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും ഒരേപോലെ പറഞ്ഞൊരു കാര്യം, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിനും വോട്ട് ചെയ്യാൻ അനുവാദം വേണ്ട എന്ന് ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും വാദിച്ചു. എന്താ പറഞ്ഞത്? ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും കൂടി പറഞ്ഞു, ഓരോ എസ്റ്റേറ്റുകളെയും റെപ്രസെന്റ് ചെയ്ത് ഒരൊറ്റ വോട്ട് മതി, അല്ലാതെ എല്ലാ എസ്റ്റേറ്റിലെയും അംഗങ്ങൾക്ക് ഓരോ വോട്ട് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും വാദിച്ചു. സ്വാഭാവികമായിട്ടും ഇവര് രണ്ടുപേരും ചേർന്ന്, ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും കൂടി ചേർന്ന് ഇത്തരത്തിൽ ഓരോ വോട്ട് മാത്രം ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികളെ തകർക്കും എന്ന് അവർക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, മൂന്നാമത്തെ എസ്റ്റേറ്റ് സ്വാഭാവികമായിട്ടും പരാജയപ്പെടും എന്ന് മനസ്സിലാക്കി. എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലും ഒരാൾക്ക് ഒരു വോട്ട് വേണം എന്ന് വാദിക്കാൻ തുടങ്ങി. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾ എല്ലാവർക്കും വോട്ട് വേണം, ഓരോരുത്തർക്കും ഓരോ വോട്ട് വീതം രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ വാദിക്കാനായി തുടങ്ങി. എന്നാൽ ഈ വാദത്തെയും ഈ പറയുന്ന 2 എസ്റ്റേറ്റുകൾ, 1ഉം 2ഉം എസ്റ്റേറ്റുകൾ എതിർത്തുകൊണ്ടേ ഇരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. വോട്ട് ചെയ്യുന്നതിൽ നിഷേധം രേഖപ്പെടുത്തിയതിനാൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി
തങ്ങളാണ് എന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ സ്വയം പ്രഖ്യാപിച്ചു. മൂന്നാം എസ്റ്റേറ്റുകാർ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു. അത്തരത്തിൽ 1789 ജൂൺ 20 എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാറുള്ള ഹാളിലേക്ക് ഇവർ വന്നപ്പോൾ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. തുടർന്നവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാകുന്നതുവരെ തിരികെ പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിൽ വിപ്ലവം തുടങ്ങി. ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി വിപ്ലവകാരികൾ ജയിൽ തകർത്തു. 1789 ബാസ്റ്റിൻ ജയിൽ വിപ്ലവകാരികൾ തകർത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് വാദിച്ച് നടന്ന ഈ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ജൂലൈ 14 ഈ വിപ്ലവം, ഈ ജയിൽ തകർക്കൽ നടന്നത്. അതിനാൽ തന്നെ ഈ ജൂലൈ 14 ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിച്ചു പോരുന്നു. ബാസ്റ്റിൻ ജയിലിൽ ആക്രമണത്തിനു ശേഷം ദേശീയ അസംബ്ലി ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് സ്വയം നാമകരണം ചെയ്തുകൊണ്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുകയുണ്ടായി. ഈ ഭരണഘടനയുടെ ആമുഖം ഫ്രഞ്ച് മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് എന്ന് റൂസോ പറയുകയുണ്ടായി. റൂസോയുടെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ഫ്രാൻസിന് ഒരു ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വരാൻ കാരണമായത്. ഫിലോസഫറായ റൂസോയുടെ സാമൂഹ്യ ഉടമ്പടി, അതായത് സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് കാരണമായൊരു കൃതിയാണ്. 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. ദേശീയ അസംബ്ലി ഫ്രാൻസിലാകമാനം ഒരു ഭരണവ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിച്ചു. ക്രൈസ്തവ സഭ ഭരണകൂടത്തിന് കീഴിലായി. എല്ലാ വിഭാഗത്തിനും തുല്യനീതി ഉറപ്പുവരുത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതാക്കി. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഭരണഘടന വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി വേഴ്സായ് കൊട്ടാരത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നിയമ നിർമ്മാണ സഭ ഫ്രാൻസിൽ രൂപപ്പെട്ടു തുടങ്ങി. ഒരു ദേശീയ അസംബ്ലി, ഒരു ഭരണവ്യവസ്ഥ ഫ്രാൻസിൽ ഉണ്ടാകാൻ കാരണമായി. ഈ നിയമനിർമ്മാണ സഭയിലെ പ്രധാന ആൾക്കാരായിരുന്നു ജാക്കോബിനുകളും ജിറോണ്ടിക്സ്റ്റുകളും. ജാക്കോബിനുകൾ എന്ന് പറഞ്ഞാൽ വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികളാണ് ജാക്കോബിനുകൾ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഭരണം വേണം, രാജവാഴ്ച അവസാനിപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നവരാണ് ഈ പറയുന്ന ജാക്കോബിനുകൾ. എന്നാൽ ജിറോണ്ടിസ്റ്റുകളാകട്ടെ ഇവർ മിതവാദികളാണ്. പുതിയതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി മാറ്റുകയുണ്ടായി. 1792 സെപ്റ്റംബറിലാണ് റിപ്പബ്ലിക് പ്രഖ്യാപനം നടന്നത്. 1792 സെപ്റ്റംബറിൽ ഈ പുതുതായി രൂപീകരിച്ച ഭരണഘടനയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. തുടർന്ന് രാജ്യദ്രോഹം കുറ്റം ചുമത്തി ജാക്കോബിനുകളുടെ നേതൃത്വത്തിൽ ലൂയി 16 പത്നിയായ മേരി ആന്റോണിയറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. കാരണം ലൂയി 16 പത്നിയായ മേരി ആന്റോണിയറ്റുമാണ് രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചത്. രാജവാഴ്ച എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണവും ഒരു തുല്യനീതി ഉറപ്പുവരുത്താത്തതുമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഈ പറയുന്ന ലൂയി 16 പത്നിയായ മേരി ആന്റോണിയറ്റിൻ്റെയും നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നിയമനിർമ്മാണ സഭ ഫ്രാൻസിൽ നിലവിൽ വരുമ്പോൾ അതിലെ ജാക്കോബിനുകൾ, വിപ്ലവകാരികളായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ജാക്കോബിനുകൾ എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഈ പറയുന്ന ലൂയി 16 പത്നിയായ മേരി ആന്റോണിയറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. എന്താണ് ഗില്ലറ്റിൻ? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണിത്. തുടർന്ന് ഫ്രാൻസിൽ ആഭ്യന്തര കലാപങ്ങൾ രൂപപ്പെടാനായി തുടങ്ങി. 1793 ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കലാപങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി റോബ്സ്പിയറിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയുണ്ടായി. റോബ്സ്പിയറിന്റെ നേതൃത്വത്തിൽ 1793 പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി ശത്രുക്കളെന്ന് തോന്നുന്നവരെ എല്ലാവരെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ പ്രതിഷേധിച്ച്
ജനങ്ങൾ റോസ്പിയറിനെയും ഗില്ലറ്റിനാൽ വധിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്തത്. ഈ അക്രമ ഭരണമാണ് ഭീകരവാഴ്ച അഥവാ റീജിയൻ ഓഫ് ടെറർ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ റോസ്പിയറിന്റെ നേതൃത്വത്തിലുള്ള അക്രമകരമായിട്ടുള്ള ഭരണം, ഗില്ലറ്റിൻ ഉപയോഗിച്ച് കാണുന്ന ശത്രുക്കളാണെന്ന് തോന്നുന്നവരെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തുന്ന വധിച്ചു വീഴ്ത്തുന്ന അത്തരത്തിലുള്ള ഒരു ഭരണം അക്രമ ഭരണമായിരുന്നു. അതിനെ ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ റോസ്പിയറും പിന്നീട് വധിക്കപ്പെട്ടതോടുകൂടി തുടർന്ന് ദേശീയ കൺവെൻഷൻ പുതിയൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകാനായി തുടങ്ങി. തുടർന്ന് 5 ഡയറക്ടർമാർ അടങ്ങുന്ന ഡയറക്ടറി കാര്യനിർവഹണത്തിനായി രൂപീകരിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഇത് കാര്യക്ഷമമായി നടന്നില്ല. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തത്വചിന്തകന്മാർ പ്രവർത്തിച്ചിരുന്നു, ഫിലോസഫേഴ്സ് ഉണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് വോൾട്ടയർ. 1733 ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എഴുതിയത് വോൾട്ടയർ ആണ്. അതുപോലൊരു തത്വചിന്തകനായിരുന്നു റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന തത്വചിന്തകനാണ് റൂസോ. 1789 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കാരണം ആ ആശയം റൂസോയിൽ നിന്നെടുത്തതാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് വാദിച്ചതും റൂസോയാണ്. വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്ന് പറഞ്ഞതും റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് റൂസോയാണ്. റൂസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. അതിൽ സാമൂഹ്യ വ്യവസ്ഥയെപ്പറ്റി വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമിലി, കുംഭസാരം തുടങ്ങിയവ റൂസോയുടെ രചനകളാണ്. അടുത്തൊരു ഫിലോസഫറാണ് മൊണ്ടേസ്ക്യൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് നിയമങ്ങളുടെ അന്തസ്ഥ എന്നത്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കാൻ പ്രചോദനമായത് മൊണ്ടേസ്ക്യൂ എന്ന പുരോഹിതനാണ്. അതുപോലെ തന്നെ ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, വിധിയുടെ മനുഷ്യൻ, കുതിരപ്പുറത്തെ ഭൂതം എന്നീ വിശേഷണങ്ങളോടുകൂടിയുള്ള ആധുനിക ഫ്രാൻസിന്റെ ശില്പി നെപ്പോളിയൻ. അസാധ്യമെന്നത് എൻ്റെ നിഘണ്ടുവിൽ ഇല്ല എന്ന് വാദിച്ച് എല്ലാം സാധ്യമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചൊരു വ്യക്തിയാണ് നെപ്പോളിയൻ. ഭീകരവാഴ്ചയ്ക്ക് ശേഷം രൂപീകൃതമായ ഡയറക്ടറിയെ പുറത്താക്കിക്കൊണ്ട് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം 1799 പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രഞ്ച് കുറച്ചുകൂടി നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇത്തരത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ഫ്രാൻസിന്റെ ഈ വളർച്ച കണ്ട് ഇഷ്ടപ്പെടാതെ വരികയും ആ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് ആക്രമണം നടത്തി വിജയം കൈവരിക്കുന്നതിൽ നെപ്പോളിയന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ സഖ്യശക്തിയെ നെപ്പോളിയൻ അമ്പേ പരാജയപ്പെടുത്തിയിരുന്നു. 1804 നെപ്പോളിയൻ ഫ്രാൻസിന്റെ സ്വയം പ്രഖ്യാപിത ചക്രവർത്തി കൂടി ആവുകയുണ്ടായി. തുടർന്ന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കുന്നതിനായി 1799 1815 ഇടയിൽ യൂറോപ്പിനെ ആകെ വിറപ്പിച്ച ധാരാളം യുദ്ധങ്ങൾ ഈ പറയുന്ന നെപ്പോളിയൻ നടത്തിയിട്ടുണ്ട്. സ്പെയിൻ, റഷ്യ, റൈൻ പ്രദേശം, കോർസിക്ക, പോളണ്ട്, നേപ്പിൾസ് തുടങ്ങിയ രാജ്യത്തെ ആധിപത്യം ഇദ്ദേഹം പതുക്കെ സ്ഥാപിക്കുകയുണ്ടായി. യൂറോപ്പിനെ കീഴടക്കാൻ അല്ലെങ്കിൽ യൂറോപ്പിന് മേൽ ആധിപത്യം സ്ഥാപിക്കണം എന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ. അങ്ങനെ യൂറോപ്പിന് മേൽ ആധിപത്യം നേടണമെങ്കിൽ ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ മാത്രമേ യൂറോപ്പിന് മേൽ തൻ്റെ ആധിപത്യം നേടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ബെർലിൻ ശാസനകൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപദേശങ്ങൾ 1806 അദ്ദേഹം ഔപചാരികമായി പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഈ പറയുന്ന ബെർലിൻ ശാസനത്തിലൂടെ നെപ്പോളിയന്റെ ലക്ഷ്യം. എന്നാൽ യൂറോപ്പിലെ മുഴുവൻ അധീനതയിലാക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. അതിനാൽ ഈ പറയുന്ന ഒരു ശാസന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആശയം പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം നെപ്പോളിയന് യൂറോപ്പിനെ മുഴുവൻ അധീനതയിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി നെപ്പോളിയൻ ആഗ്രഹിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ നെപ്പോളിയൻ തങ്ങളുടെ പരിഷ്കാരം യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു.
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയായിരുന്നു കൂടുതലും ഇവർ ഭയപ്പെട്ടിരുന്നത്. അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന രാജാക്കന്മാർ ഇംഗ്ലണ്ടിൽ ഒത്തുകൂടുകയും ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ നെപ്പോളിയനെതിരെ പടപൊരുതാനായി തീരുമാനിക്കുകയും ചെയ്തു. അത്തരത്തിൽ 1815 വാട്ടർലൂ യുദ്ധം എന്ന പേരിൽ യൂറോപ്യൻ സഖ്യത്തോട് നെപ്പോളിയൻ പോരാടി. എന്നാൽ യൂറോപ്യൻ സഖ്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു. അതോടുകൂടി നെപ്പോളിയന് തന്റെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. നെപ്പോളിയന്റെ പരാജയം രാജവാഴ്ചയുടെയും പ്രഭുവർഗത്തിന്റെയും വിജയമായി മാറി. നെപ്പോളിയൻ മാറ്റിമറിച്ച യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വിയന്നയിൽ ചേർന്ന ഒരു സമ്മേളനം തീരുമാനമെടുത്തു. 1815 ഈ സമ്മേളനം നടന്നത്. ആസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേർനിക്കിന്റെ നേതൃത്വത്തിലാണ് 1815 വിയന്ന സമ്മേളനം നടന്നത്. ഈ വിയന്ന സമ്മേളനം ജനാധിപത്യത്തെ നിഷേധിക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വിയന്ന സമ്മേളനത്തിനു ശേഷം ഭിന്നിക്കാനായി തുടങ്ങി. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്